പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അസൈൻമെൻറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. ഓക്കെ, അപ്പോൾ അസൈൻമെൻറ്റ് സബ്മിഷൻ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടിരുന്ന് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ എക്സാമിൻ്റെ അതേപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെൻറ്റ് സബ്മിഷൻ, അതായത് അസൈൻമെൻറ്റ് എന്നുള്ളത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ റിട്ടൺ മാർക്ക് അല്ലാതെ അസൈൻമെൻറ്റിന് കൂടെ നമുക്ക് മാർക്ക് ഉണ്ട്. അസൈൻമെൻറ്റ് എങ്ങനെ തയ്യാറാക്കണം, ഫ്രണ്ട് പേജ് എങ്ങനെയാവണം, എങ്ങനെയാണ് ഒരു അസൈൻമെന്റ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ വെക്കേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്, നമ്മുടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോയി വീഡിയോ കാണുക. ഓക്കെ, നമ്മൾ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് നീട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് 23-ാം തീയതി, ഓഗസ്റ്റ് 23-ാം തീയതി വരെയായിരുന്നു മുൻപുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഫൈനോട് കൂടിയിട്ടല്ലാതെ ഈ ഓഗസ്റ്റ് 31 വരെയാണ് നിങ്ങൾക്ക് സബ്മിഷൻ ഡേറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി നമുക്ക് ഓഗസ്റ്റ് 31 വരെയാണ് നിങ്ങൾക്ക് ഫൈനൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിഷൻ ഡേറ്റ് വന്നിട്ടുള്ളത്. ഇനി അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇനി സെപ്റ്റംബർ 1, അതായത് സെപ്റ്റംബർ 1-ാം തീയതിയൊക്കെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനോട് കൂടിയിട്ടായിരിക്കും. ഇനി അതും വൈകിട്ട് അതിനും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ഫൈൻ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഫൈനൊന്നും ഇല്ലാതെ നിങ്ങൾ മാക്സിമം കറക്റ്റായിട്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. ഇനി ഈ അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ഇനി അഥവാ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനെ തന്നെ അത് ബാധിക്കും. നിങ്ങളുടെ എക്സാമിൻ്റെ മുന്നേ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്കൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, മാർക്ക് എൻ്റർ ചെയ്യില്ല. പിന്നെ എക്സാമിനെ തന്നെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാധിക്കും. ഓക്കെ, മാർക്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനൊന്നും നിങ്ങൾ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓൺലൈൻ വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റഡി സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിൽക്കുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ ടൈം നിങ്ങൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ അസൈൻമെന്റ് കറക്റ്റ് ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓഗസ്റ്റ് 31 വരെയാണ്, അതായത് 31 വരെയാണ് നിങ്ങൾക്ക് ഫൈൻ ഒന്നും ഇല്ലാതെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആരും മറക്കേണ്ട, ഓഗസ്റ്റ് 31 വരെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്യുക, റിസർച്ച് ചെയ്തൊക്കെ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങളുടെ അസൈൻമെന്റിന്റെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഡേറ്റും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വൈകിക്കേണ്ട, നിങ്ങൾ ഈ ടൈം യൂട്ടിലൈസ് ചെയ്യാം മാക്സിമം. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.